അവ്യക്ത സന്ദേശം. ഇന്ന് ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വചനത്തിൽ പോയപ്പോൾ ബാബ മറ്റെവിടെയോ ചുറ്റി സഞ്ചരിച്ച ശേഷം വചനത്തിൽ എത്തിച്ചേരുന്നതായി കണ്ടു. ബാബ വന്നതിനോടൊപ്പം തന്നെ 2 വാക്കുകൾ പെട്ടെന്ന് മുന്നിൽ വരാൻ തുടങ്ങി. ഒരു ഭാഗത്ത് എഴുതിയിരുന്നു യോഗം, മറ്റൊരു ഭാഗത്ത് എഴുതിയിരുന്നു വിയോഗം, മൂന്നാമത്തെ ഒരു ഭാഗത്ത് എഴുതിയിരുന്നു പ്രയോഗം. ബാബ പറയുവാൻ തുടങ്ങി, കുട്ടി, ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഓർമ്മ തീർച്ചയായും ഉണ്ട്. ഓർമ്മയുടെ പ്രയോഗം ചെയ്യുന്നു. ബാബ പറഞ്ഞു, മൂന്നാമത്തേത് എന്താണ്? ഞാൻ പറഞ്ഞു, ആ വാക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിച്ച് ഇങ്ങനെ മനസ്സിലാക്കിച്ചു തന്നു. ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് ബാബ 4 ഭാഗത്തും ചുറ്റി സഞ്ചരിച്ചു. കുട്ടികളുടെ ഈ ചാർട്ട് നോക്കുകയായിരുന്നു. ബാബയുടെ ഓർമ്മയിൽ അഥവാ യോഗത്തിൽ ഇരിക്കുന്നുണ്ട്. യോഗം ചെയ്തുകൊണ്ടിരിക്കവേ വിയോഗം ഉണ്ടാകുന്നു, അതായത് യോഗത്തിൽ നിന്നും വേർപെടുന്നു. ഏതെങ്കിലും പ്രകാരത്തിലുള്ള സങ്കല്പം വരുന്നു, അല്പം അലസത വരുന്നു. ബാബ അതിനെക്കുറിച്ച് ഭക്തിയിലെ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ഭക്തിയുടെ ദൃശ്യം ഇതായിരുന്നു. ക്ഷേത്രത്തിൽ വളരെ സുന്ദരമായ ആരതി നടക്കുകയായിരുന്നു. ഗീതവും ഭജനയും നടക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, നല്ല രീതിയിൽ നോക്കൂ. ഈ ദൃശ്യത്തിൻ്റെ അർത്ഥം അറിയാമോ? ഞാൻ പറഞ്ഞു, ആരതി നടത്തുന്നു, ഗീതം പാടുന്നു, ചിലത് കേൾപ്പിക്കുന്നു. ബാബ പറഞ്ഞു, ഭക്തിയിലും ആരതി നടത്തുമ്പോൾ, ഗീതം പാടുമ്പോൾ, ഭജന പാടുമ്പോൾ ഭക്തരും ആ സ്നേഹത്തിൽ, ഭക്തിയുടെ സ്നേഹത്തിൽ, ഭഗവാനോടുള്ള സ്നേഹത്തിൽ ലയിക്കുന്നു, മഗ്നമാകുന്നു. ഇവിടെ ബാബ കാണുന്നത് ഇതാണ്. 4 ഭാഗത്തുമുള്ള കുട്ടികൾ ഭോഗ് വയ്ക്കുന്നു, യോഗം ചെയ്യുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളിൽ വിയോഗവും ഉണ്ടാകുന്നു. അതായത് ബുദ്ധിയുടെ യോഗം പകുതി മുറിയുന്നു, വേർപെടുന്നു, അലസത വരുന്നു. ബാബ പറഞ്ഞു, സമയമനുസരിച്ച് ഭക്തിയിലും ഇത്രയും ഭാവന നിറഞ്ഞിരിക്കുന്നു. നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ചെയ്യുന്നു. കുട്ടികളായ നിങ്ങളാണെങ്കിൽ ഡയറക്റ്റായി ബാബയുടെ അടുത്ത് ഭോഗ് വയ്ക്കുന്നു. കുട്ടികൾ ബാബയുടെ സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ സ്വീകരിക്കുന്നു. അതിനാൽ ബാബ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ചാർട്ട് നോക്കുകയാണ്. പിന്നെ ബാബ പഴയൊരു കാര്യം എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, തുടക്കത്തിൽ യജ്ഞത്തിൽ ബാബ യജ്ഞത്തിൻ്റെ സ്ഥാപന ചെയ്ത സമയത്ത് കുട്ടികൾ ഓർമ്മിക്കുമായിരുന്നപ്പോൾ ഓർമ്മയോടൊപ്പം ബാബ എമർജ് ആവുകയും ചെയ്തിരുന്നു. ഭോഗിൻ്റെ സമയത്ത് പല സന്ദേശികളും വദനത്തിൽ എത്തിച്ചേരുമായിരുന്നു. കാരണം ബാബയ്ക്ക് തൻ്റെ കാര്യം ചെയ്യിക്കേണ്ടതുണ്ട്. ബാബ പറഞ്ഞു, കുട്ടി, സമയമനുസരിച്ച് കുട്ടികളായ നിങ്ങളുടെ പുരുഷാർത്ഥം വളരെ ഉന്നതവും ശ്രേഷ്ഠവും ആകണം. കാരണം ബാബയ്ക്ക് ആരെയെങ്കിലും നിമിത്തമാക്കി തൻ്റെ സ്ഥാപനയുടെ കാര്യത്തെ വളരെ തീവ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. തുടക്കത്തിൽ ബാബ ചിലരെ നിമിത്തമാക്കി തൻ്റെ സ്ഥാപനയുടെ കാര്യം ആരംഭിച്ചു. അന്തിമത്തിലും ബാബ ചിലരെ നിമിത്തമാക്കി തൻ്റെ കാര്യം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാബ വളരെ ഗംഭീര രൂപത്തിൽ, അതായത് ഗൗരവത്തോടെ കേൾപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, നമ്മളെല്ലാവരും ഈ കാര്യം ചിന്തയിൽ വയ്ക്കും, ശ്രദ്ധയിൽ വയ്ക്കും. ബാബ പറഞ്ഞു, ഭക്തിയിൽ അത്രത്തോളം സ്നേഹമുണ്ട്. എന്നാൽ ജ്ഞാനത്തിൽ വന്നു ചേരവേ കുട്ടികളുടെ സ്നേഹം പകുതിയാകുന്നത് എന്തുകൊണ്ട്, കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ട്? ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചു.
ബാബ വളരെ സ്നേഹപൂർവ്വം ഭോഗ് സ്വീകരിച്ചു. പിന്നെ ഏതെല്ലാം ആത്മാക്കളുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നുവോ അത് ബാബയ്ക്ക് നൽകി. ബാബ ആ ആത്മാക്കളെ വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്ത് മധുബൻ്റെ ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ ബാബ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.